എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, കാന്താര, ബസൂക്ക, തലേര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മധുരം ജീവാമൃതബന്ധു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ബേസിൽ, വിനയ് ഫോർട്ട്, ലാൽ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനാപ്ലയിൽ ഒക്ടോബർ മാസം 31-നാണ് മധുരം ജീവാമൃതബന്ധു എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷ സംവിധാനം ചെയ്ത സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് സിനിമ ഇറങ്ങിയത്. ഒരു വർഷം ആകാറായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത ആഴ്ചയാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകന സിനിമയാണ് ജിന്ന്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു ജിന്ന്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ജിന്ന് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജിൻ എന്ന സിനിമ അടുത്ത മാസം OTTയിൽ വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് അഞ്ചാം വേദം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ചിത്രം ഇന്ന് മനോരമ മാക്സിൽ രാത്രി 12 മണിക്ക് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദീപാവലിക്കാണ് സിനിമ ഇറങ്ങിയത്. നല്ല അഭിപ്രായമാണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയാണ്. ധ്രുവ് വിക്രമാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ബൈസൺ സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ മാസം പകുതിയോടുകൂടിയായിട്ടാണ് സിനിമ വരുന്നത്. മലയാള വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര ബോസർഗൻ സിനിമയിലെ നായകൻ. 2023-ലാണ് സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. രാമചന്ദ്ര ബോസർഗൻ സിനിമ അടുത്ത മാസം ആദ്യ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നവംബർ മാസം ആദ്യ വീക്കിലായിരിക്കും കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് തലവര സിനിമ നേടിയെടുത്തത്. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. നല്ല സിനിമകൾ ഇറക്കിയ സമയത്താണ് തലവര വന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ആരും തന്നെ വന്നില്ല. അർജുൻ അശോകനാണ് തലവര സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തലവര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ അടുത്ത വീക്കായിരിക്കും തലവര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. GV പ്രകാശ് നായകന സിനിമയാണ് ബ്ലാക്ക് മെയിൽ. ഈ തമിഴ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് അവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ സിംപ്ലി സൗത്തിൽ ഒക്ടോബർ മാസം 30-നാണ് ബ്ലാക്ക് മെയിലിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടും OTTയിൽ വരാത്തൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്തുകൊണ്ടാണ് സിനിമ OTTയിൽ വരാത്തതെന്ന് വ്യക്തമല്ല. സിനിമയുടെ OTT നേരത്തെ തന്നെ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 30-ന് ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് മാരിവിലും ഗോപുരത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും നോക്കിയിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. OTT ആണെങ്കിൽ 3 മാസം മുന്നേ തന്നെ വിറ്റുപോയതാണ്. C5 ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ C5-ൽ വന്നു കഴിഞ്ഞു. ഇതുവരെ ബസൂക്ക വന്നിട്ടില്ല. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബസൂക്ക നേടിയെടുത്തത്. അടുത്ത ആഴ്ച ബസൂക്ക C5-ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത് ലോക എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. തിയേറ്ററിൽ സിനിമ കണ്ടാലും OTTയിൽ ഒന്നുകൂടി കാണാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ ഒഫീഷ്യലായിട്ട് തന്നെ ലോക സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 31-നാണ് ലോക സിനിമ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നത്. 7 ഭാഷകളിലായിട്ടാണ് ലോക സിനിമ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അത്രയ്ക്കും റെക്കോർഡിട്ട സിനിമയാണ് ലോക. കേരളത്തിൽ നിന്ന് 300 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക.
കല്യാണി നസ്ലിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ലോകയുടെ അടുത്ത പാർട്ടും വരാനിരിക്കുകയാണ്. എന്തായാലും ലോകയുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീക്ക് തന്നെ ലോക സിനിമ OTT-യിലെത്തും. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഈ ആഴ്ച റിലീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.